ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രുതി പടി ഇറങ്ങി പോകുമ്പോഴേക്കും ചേച്ചിയും മുത്തശ്ശിയും കൂടി പറയുന്നുണ്ട് ശ്രുതി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ശ്രുതി സമ്മതിക്കുന്നില്ല. വേണ്ട ചേച്ചി, എനിക്ക് അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നന്നായിട്ട് ആത്മാർത്ഥത്തോട് പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നൊരു വേലക്കാരത്തിനെ പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഞാൻ കെട്ടിടത്തിൽ എന്നെ അവിടേക്ക് വിട്ടു. എൻ്റെ ജീവൻ തന്നെ ആപത്തിലേക്കാവുന്ന രീതിയിലേക്കാണ് ഈ ജോലി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറൊരു ജോലി ശരിയാക്കി തരാമെന്ന് ശ്യാം സാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇതിന് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ക്ഷമയും മാപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത്. ശ്രുതി പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ്റെ മുഖം ആകെ മാറണം. അശ്വിൻ്റെ ദേഷ്യം വരുവാണ്. ആർത്തും ഒരു കൺട്രോൾ ഇല്ലാണ്ട് ദേഷ്യപ്പെടുവാണ്. ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുവാണ്. ആ ഒരു അശ്വിൻ്റെ രൂപം കാണുമ്പോൾ നമ്മുടെ അഞ്ജലി ചേച്ചിക്കും മുത്തശ്ശിക്കും മനസ്സിലാവുന്നുണ്ട് അശ്വിനെ ശ്രുതിയുടെ അടുത്ത് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള കാര്യം. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.